വരുന്ന വഴിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് മഴവില്ല് മാതാവ് അടയാളം പോലെ എന്നെ കാണിച്ചു. അപ്പം മറ്റുള്ളവർക്ക് അതൊരു അടയാളമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു അടയാളം തന്നെയാണ്. മാതാവ് എനിക്ക് തരുന്നൊരു അടയാളമാണ്. പിന്നെ ഞാൻ കൃപാസനത്തിലോട്ട് അടുക്കും തോറും, ഈ വാതിലിലോട് വരും തോറും എൻ്റെ ദേഹം എല്ലാം ഭയങ്കരമായിട്ട് ശരീരമൊക്കെ തണുക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് മാതാവ് നമുക്കൊരു സമ്മാനം തരും. പക്ഷെ അന്നറിയില്ല, അന്ന് ഞങ്ങൾ അയർലൻഡിന് പോകാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതാണോ കുഞ്ഞിൻ്റെ ആണോ എന്താണെന്നറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു സമ്മാനം തരും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് 25-ാം തീയതി ആയിരുന്നു, ഒക്ടോബർ 25-ാം തീയതി. നവംബർ 1-ാം തീയതി ഞാൻ UPT ഞങ്ങൾ വെറുതെ ചെക്ക് ചെയ്തതാണ്. അങ്ങനെ എൻ്റെ പീരീഡ്സ് റെഗുലറൊന്നും അല്ല, ഞാൻ വെറുതെ ചെക്ക് ചെയ്തു. അതെനിക്ക് പോസിറ്റീവായിട്ട് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളത് അറിഞ്ഞ് UPT പോസിറ്റീവാണെന്ന് അറിഞ്ഞ് അതേ സമയം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ റിസൾട്ട് വെച്ചിട്ട് നോർമലായിട്ടൊരു പ്രഗ്നൻസി എനിക്ക് പോസിബിൾ അല്ലെന്ന് പറഞ്ഞിടത്ത്, എൻ്റെ ഒരു മെറിറ്റും ഇല്ലാത്തിടത്ത് എനിക്കൊരു പ്രഗ്നൻസി പോസിറ്റീവാക്കി തന്നതിൽ ഞാൻ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു. അതിൻ്റെ അന്നത്തെ ദിവസം തന്നെ എൻ്റെ നെക്സ്റ്റ് ഡേ എനിക്കിങ്ങനെ തോന്നുകയാണ്, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടന്ന് അതെനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ വരുവാണ്. ഞാനിപ്പം നെക്സ്റ്റ് ഡേ ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ, കുർബാന എഴുന്നള്ളിച്ച് വെച്ചപ്പോഴൊക്കെ അങ്ങനെ ആ ഒരു രൂപം എനിക്ക് മനസ്സിൽ വരുവാണ്. ഞാനിപ്പോൾ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, നമ്മളിത്രയും സന്തോഷിച്ചല്ല ഇരുന്നിട്ട് എൻ്റെ മനസ്സിൽ മാത്രം എനിക്കിങ്ങനെ വരുവാണ്, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടന്നതുപോലെ എനിക്കൊരു വിഷമം വരും എന്നെനിക്ക് തോന്നുവാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, എന്താണേലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു.